ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയാനാട്ടോ. നമ്മൾ ഇങ്ങോട്ടേക്ക് താമസം മാറിയായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു നമ്മുടെ വീടും പരിസരങ്ങളൊക്കെ കാണിക്കാമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീടും റെൻറ്റും അങ്ങനെ ഫുൾ ഡീറ്റെയിൽസും പറയാൻ പോവാണ് ഈ വീഡിയോയിലൂടെ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഇവിടെയാട്ടോ. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ നമ്മുടെ കാർ പാർക്കിംഗ് അവിടെയാണ്. നമ്മുടെ കാർ അതേ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വേറെ ആൾക്കാരൊക്കെ താമസിക്കുന്നത് കേട്ടോ. അത്യാവശ്യം ഒരു നല്ല ഏരിയ തന്നെയാണ്. അധികം ഒച്ചപ്പാടോ ബഹളമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു നല്ല ഏരിയ തന്നെ. കണ്ടില്ലേ, അധികം ആൾക്കാരൊന്നും ഇവിടെ കാണാൻ പോലില്ല കേട്ടോ. ഇപ്പം നോക്ക്, ഞാനും ഇവളും അല്ലാണ്ട് വേറെ ആരും ഈ ഭാഗത്ത് എവിടെയും ഇല്ല കേട്ടോ. കണ്ടോ, പിന്നെ ഇതാ നമ്മൾ വണ്ടിയുടെ പാർക്ക് ചെയ്താക്കുന്ന ഇവിടെയുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ മരത്തേലൊന്നും ഇലയില്ലാത്തതുകൊണ്ട് ഒരുമാതിരി തീപിടുത്തം സംഭവിച്ച ഫോറസ്റ്റ് പോലെ ഉണ്ട് ഇവിടെയൊക്കെ. അവിടുന്ന് നമ്മളിതാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വീട് ഇത് ഇവിടെ കേട്ടോ. ഇവിടുന്ന് ഒരു ഇച്ചിരി അങ്ങോട്ട് മാറിയാൽ അതാ കാണുന്നതാണ് നമ്മളെ വീട്. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച തോട് ഇത് എവിടെയാണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ ശരിക്കും തിരിയുന്നില്ല, ഒരു എൻഡിലായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്കിത് ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ആ വേസ്റ്റ് ബിന്നൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലോ, അവിടുന്ന് റൈറ്റ് സൈഡിലാണ് നമ്മുടെ വീട്. ഇതുണ്ടോ, ഇവിടെയൊക്കെ നോക്കിയേ, പുല്ലൊക്കെ മുളച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. രാവിലെ ഇതിൻ്റെയൊക്കെ മേലെ ഇങ്ങനെ ഫുള്ള് മഞ്ഞ് വീണിട്ട് നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ. ഇപ്പോൾ ഇലയൊക്കെ ആയി വരുന്നുണ്ട്. ഇവിടെ വേസ്റ്റ് ബിന്നും ഇതൊക്കെ നമ്മൾ വേസ്റ്റ് ഇടുന്ന ഇതാണ്. റീസൈക്കിള്, ഗാർഡൻ വേസ്റ്റ്, കണ്ടപത്രാദികളെല്ലാം എല്ലാ വേസ്റ്റും തള്ളുന്നതാണ് പച്ച. അങ്ങനെയൊന്നുമല്ല കേട്ടോ കറക്റ്റ്. അപ്പോൾ ഇതേ കേസ് നമ്മളെ വീട് ഇതാണ്. ഇത് ഈ ഫ്രെയിമിൽ കാണുന്ന ഈ മേലെ ഉള്ളതും ഈ കാണുന്ന കേട്ടോ നമ്മുടെ വീട്. ഇത് ഇത്രയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഫ്രെയിമിലുള്ള അത്രയാണ് നമ്മുടെ വീട്. നമ്മൾ പുറത്തൊരു ടേബിളും ഒരു ചെയറൊക്കെ ഇട്ടായിരുന്നു, പക്ഷേ ഇതുവരെയായിട്ട് അതിലൊന്നും ഇരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം തണുപ്പും മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുറേ ദിവസമായി ഞങ്ങൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ കാലാവസ്ഥ ഇങ്ങനെ എപ്പോഴും മഴയും മഞ്ഞും എല്ലാം കൂടെ ആയിട്ട് ഇങ്ങനെ ഒരു വെള്ളം ഇങ്ങനെ എപ്പോഴും വീണുകൊണ്ടിരിക്കും. അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റിയല്ല. ഇപ്പോൾ ചെറിയൊരു നല്ല കാലാവസ്ഥ കണ്ടപ്പോൾ ഇറങ്ങിയതാണ്. പക്ഷേ ഇപ്പോഴും ഇരുട്ടൊക്കെ ആയി ഒരുമാതിരി വൈകുന്നേരമായ ഒരു ഫീലിംഗ് ആണ്. ഇപ്പോൾ ഉച്ചയ്ക്കാട്ടോ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ 2 ബെഡ്റൂമുണ്ട്, ഒന്ന് ചെറിയ റൂമാട്ടോ. പിന്നെ ഒരു കിച്ചണും ഒരു ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും രണ്ടും ഒരുമിച്ചാണുള്ളത്. ഗൈസ്, ഇവിടെ വന്നിട്ട് ഈ സംഭവമൊക്കെ ഇങ്ങനെ പുറത്തിട്ടെങ്കിൽ ആദ്യമായിട്ടാട്ടോ ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതും കൊണ്ട് അതിന് ഇവള് പുറത്തു വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഇവിടെ ഇരിക്കുന്ന കേട്ടോ. കാരണം ഇത്രയും നാൾ മഴയും മഞ്ഞും കാരണം തണുപ്പും കാരണം പുറത്തൊന്നും ഇറങ്ങി ഇരിക്കാറില്ല. അതെ, നല്ല പ്രശ്നം. ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. സമ്മറൊക്കെ ആവാൻ പോവാണ്. സമ്മറൊക്കെ ആയി കഴിയുമ്പം നല്ല രസം ഉണ്ടാവും ഇവിടെ. പിന്നെ നമുക്കിത് ഇവിടെ സെറ്റാക്കണം അല്ലേ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ചും കൂടി ഒന്ന് സെറ്റപ്പ് ആക്കി എടുത്ത് അല്ലേ. എനിവേ സൂപ്പർ ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇത് ഒരു ചെറിയൊരു സ്റ്റോർ റൂം ആട്ടോ. അതായത് നമുക്ക് നമ്മുടെ എക്സ്ട്രാ സാധനങ്ങളൊക്കെ വെക്കാനും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഉള്ളൊരു ചെറിയൊരു റൂം ആട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്. ഞങ്ങളുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും രണ്ടും കൂടെ ഒരുമിച്ചാട്ടോ. ഇത് ഇങ്ങനെയാണ് ഇവിടെയുള്ളത്. ഉണ്ടോ, ഇവിടെയാണ് ഞങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്. പ്രാർത്ഥനയ്ക്കും ഭക്ഷണം കഴിക്കാനും പിന്നെ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരിക്കുന്നത്. ഇവിടെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അതിന്റെ ആ ഗ്യാപ്പിൽ, ആ പറഞ്ഞോണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ എന്താണ് വായില് കണ്ടോ, ആ ഗ്യാപ്പിലൊരു സ്ട്രോബെറി വായിലിട്ടിട്ട് അത് ഇരുന്നോണ്ടിരിക്കണം കേട്ടോ. ഈ ഇപ്പൊ പറഞ്ഞ ഡയലോഗുകളൊക്കെ പറഞ്ഞത്. ഗൈസ്, അപ്പം ഈ റോസാപ്പൂവ് എന്താ സംഭവം എന്ന് അറിയാലോ എല്ലാവർക്കും. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം അതെങ്ങനെ ഇവിടെ വന്നു എന്നുള്ളത്.
അതറിയില്ലാത്തവർ നമ്മുടെ പഴയ വീഡിയോ കാണുക. ഗൈസ്, ഇത് കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ചാർജ് ആവുന്നത് നമ്മൾ നോക്കിയിരിക്കുന്ന നേരം കൊണ്ട് നമ്മൾ വിചാരിക്കുന്നേക്കാളും നല്ല ചാർജ് വരും കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ഒന്നും ഓണാക്കാറില്ല, വല്ലപ്പോഴും ഓണാക്കിയാൽ മാത്രം ഓണാക്കും ഗൈസ്. അത് ഓണാക്കേണ്ട ആവശ്യം വരുന്നില്ല, നമുക്ക് ഹീറ്ററും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ ഉണ്ട്. ഇത് ഗ്യാസിൻ്റെ ഹീറ്ററാണ്, ഇതിവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പം വീഡിയോ എടുക്കാൻ തുടങ്ങിയാലും വീഡിയോയിൽ എന്ത് പറഞ്ഞാലും അതങ്ങനെയാണ് ഇട്ടോ, ഇതിങ്ങനെയാണ് ഇട്ടോ, കുറേ ഇട്ടോ വരും. എന്താണെന്ന് അറിഞ്ഞൂടാ ഗൈസ്, അതങ്ങ് ഒരു ശീലമായിപ്പോയി. അത് ഞാൻ നിർത്താൻ നോക്കി, പക്ഷെ അങ്ങോട്ട് മാറുന്നില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കുന്നത്, നിൻ്റെ ഇട്ടോ വീഡിയോ ഒന്നും ഇല്ലേന്നൊക്കെയാണ്. മാറ്റാൻ നമുക്ക് ഗൈസ്. അപ്പോൾ രാത്രിയിൽ ഇത് ഇങ്ങനെയായിരിക്കും കേട്ടോ ഉണ്ടാവുക. ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ ചെല്ലാൻ സമയത്ത് ഇങ്ങനെ ഇത് ഓണാക്കിയിട്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുമ്പോൾ പുറത്തേക്കൊക്കെ നോക്കി ഫുഡൊക്കെ കഴിക്കാൻ നല്ല രസമാട്ടോ. കണ്ടോ, ഇവിടെ നിന്നുള്ളൊരു വ്യൂസൊക്കെ നല്ല വ്യൂസാണ്. ഇതിനേക്കാൾ നല്ല വ്യൂസാണ് നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് കേട്ടോ. അപ്പം നമുക്ക് ഇനി അടുത്ത് നമ്മുടെ കിച്ചണിലേക്ക് പോവാം. ഇത് ഹാളിൽ നിന്ന് നേരെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് കിച്ചൺ. നമുക്ക് കിച്ചണിലേക്ക് അപ്പോൾ പോവാം ഗൈസ്. നമ്മളിത് ഇങ്ങോട്ട് വരുമ്പം ഈ ലൈൻ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവളല്ലാണ്ട് മാറും. കാരണം ഞാൻ ഇടയ്ക്ക് കിച്ചണിൽ കയറി ഓരോന്നൊക്കെ ഉണ്ടാക്കാനൊക്കെ കഴിയും. അത് കഴിഞ്ഞാൽ ഇവളുടെ തനി സ്വഭാവം പുറത്തിറക്കും. കാരണം എന്താ, ഇതിപ്പോൾ ഒരു ഓർഡറിലാണ് ഓരോ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത്. ഞാൻ ഇതിനകത്ത് കയറി ഒന്ന് പെരുമാറി കഴിയുമ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടും. പിന്നെ അതിന് ചെറിയൊരു അതെ അപ്പം എന്തെങ്കിലുമൊക്കെ പറയും, അപ്പം ഞാനും എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ ഞാൻ വേഗം എസ്കേപ്പ് ആവും. അതാണല്ലോ എനിക്ക് നല്ലത്. അപ്പം ഗൈസ്, ഇത് ഇവിടെ കുറേ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതിൽ ഇനി കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഇതാ ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിനകത്ത് എന്തെല്ലോ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഒരാഴ്ചത്തേക്കുള്ള കേട്ടോ. ഇന്നലെയായിരുന്നു ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയത്. അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ളതെല്ലാം വാങ്ങിയിട്ടുണ്ട്. പിന്നെന്താ, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് ഗൈസ് ഇത് തീർക്കലാണ് ഇവളുടെ പരിപാടി. നോക്ക്, ഞാൻ വീഡിയോ എടുക്കുന്നു, ഇവളിത് ഓരോന്നെടുത്ത് അകത്താക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കുക്കിംഗ് റേഞ്ച്. ഇവിടെ മോസ്റ്റ്ലി ഇലക്ട്രിക്കും ഉണ്ട്, ഗ്യാസും ഉണ്ട്. ഞങ്ങൾക്ക് ഈ ഏരിയയിൽ ഫുള്ള് ഗ്യാസിൻ്റെതാണ് വരുന്നത്. ഗ്യാസ് ആണ് നല്ലതെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം കറണ്ട് ബില്ല് കൂടുമ്പം നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഗ്യാസും കൂടി ഉള്ളപ്പോൾ നമുക്ക് അത് രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. കാരണം എന്താ വെച്ചാല്, നമ്മളിപ്പം ഗ്യാസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാം ചൂടായി പെട്ടെന്ന് എല്ലാം കുക്ക് ചെയ്ത് കഴിയും. ഇലക്ട്രിക് ആണെങ്കിൽ കുറേ സമയം എടുക്കും കേട്ടോ. നമ്മളിത് പാത്രമൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറേ സമയം എടുക്കും. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളും കാര്യമൊക്കെ ഉണ്ട്. ഗ്യാസ് അപ്പം ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഇതും ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ഗ്യാസ്. അപ്പോൾ നമുക്ക് മേലേക്ക് പോകാം. നമ്മുടെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ മേലെയാണുള്ളത്. ഒരു ബാത്റൂമും ഒരു ചെറിയ റൂമും പിന്നെ ഒരു വലിയ ബെഡ്റൂമും കേട്ടോ അവിടെയുള്ള. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന ബാത്റൂമാണ്. ഇതൊരു ചെറിയ റൂമാണ്. ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. നമ്മള് താഴെ എല്ലാ കാര്യങ്ങളൊക്കെ കണ്ടുവന്നു. ഇതാണ് ഇനി കാണേണ്ട റൂം. ഇത് ഞങ്ങളുടെ റൂമാണ്. ഇതിന്റെ സൈഡിൽ തന്നെ വലിയൊരു കബോർഡ് ഉണ്ട്. നമ്മുടെ സാധനങ്ങളെല്ലാം ഒതുക്കി പറക്കി വെക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു സ്ഥലമാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു വലിയ കബോർഡ് ഉണ്ട് കേട്ടോ. ഈ കബോർഡിൽ ഞങ്ങളിപ്പം വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറേ, അതായത് ഒരു 4 പെട്ടികളുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു കബോർഡാട്ടോ ഇത്. നമുക്ക് കുറേ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കാം. ഇതാണ് ഞങ്ങളുടെ ബോയിലർ വെച്ചിരിക്കുന്ന ഷെൽഫ്. ഞങ്ങൾക്ക് ഇത് എപ്പോഴും ഞങ്ങൾ ഓണാക്കി തന്നെ ഇടും. കാരണം ചൂടുവെള്ളം വരണമെങ്കിൽ ഇത് എനി ടൈം ഓണായിരിക്കണം. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ കാണുന്നത്. ഈ ജനലൊക്കെ തുറന്നിട്ടിട്ട് നമ്മുടെ റൂമിലിരിക്കാൻ നല്ല രസമായിരിക്കും, നല്ല തണുപ്പായിരിക്കും. അത് വേറെ കാര്യം. ഈ മരങ്ങളിൽ കുറേ പക്ഷികളൊക്കെ വന്നിരിക്കാറുണ്ട്. ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണെന്നോ ഒരു പക്ഷിയില്ല. കഴിഞ്ഞ ദിവസം നമ്മളൊരു അണ്ണാൻ്റെ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. ആ അണ്ണാനെ ഇപ്പോൾ കാണുന്നില്ല, എപ്പോഴും വരുന്നതാണ്. അതുപോലെ അത് 2-3 പൂച്ചകളൊക്കെ വരുമായിരുന്നു. അതാ ഒരു പൂച്ച വന്നിട്ടുണ്ട്. വേറെ 2-3 പൂച്ചകളുണ്ട് കേട്ടോ ഇവിടെ. ബ്രിട്ടീഷുകാർ, അതായത് ഇവിടെയുള്ളവർ വളർത്തുന്ന നല്ല പൂച്ചകളാണ്. നല്ല രസമാണ് കാണാൻ. അവർ മണിയൊക്കെ കെട്ടി അങ്ങനെ കുറേ
നല്ല രീതിയിൽ നല്ല വൃത്തിയിലാട്ടോ പൂച്ചകളൊക്കെ ഉണ്ടാവുക. ഒരു വിമാനം പോണ കണ്ടോ ഗൈസ്, കണ്ടോ ഒരു ചെറിയൊരു പൊട്ട് പോണ പോലെ. എത്ര പ്രായമായാലും ഒരു വിമാനം കണ്ടാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മേലേക്ക് നോക്കി പോകും, അത് വേറെ കാര്യം. ഇവിടെ പിന്നെ ഈ മരങ്ങളിലൊക്കെ നല്ല ഇലയും കാര്യങ്ങളൊക്കെ വന്നാൽ ഇവിടുത്തെ മരങ്ങളൊക്കെ പിന്നെ അതായത് പല ഇലകളിലും പല കളറുകളായിരിക്കുമല്ലോ, അപ്പം അതൊക്കെ കാണാൻ നല്ല രസമുണ്ടാവും കേട്ടോ. ഹലോ, അശാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ലാസ്റ്റത്തെ റൂമാണിത്. അതായത് ഒരു ചെറിയ റൂമാട്ടോ ഇത്. ഇതെൻ്റെ സ്വന്തം റൂമാണ് ഗൈസ്. ഇതൊരു ഇവള് ഫസ്റ്റ് വന്നപ്പോൾ ഒരു സിംഗിൾ ബെഡായിരുന്നു മേടിച്ചത്. അപ്പോൾ ആ സിംഗിൾ ബെഡ് ഞങ്ങൾ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെയറ്, പിന്നെ എൻ്റെ ലാപ്ടോപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരു ചെറിയ റൂമാട്ടോ ഇത്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഇത് അയൺ റൂമായിട്ട് ഉപയോഗിക്കും. പിന്നെ തുണി കഴുകിയിട്ട് അത് ഉണങ്ങാനായിട്ട് ഇവിടെ കൊണ്ടുപോയിടും ചില സമയങ്ങളിൽ. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഈ റൂം ഇപ്പോൾ യൂസ് ചെയ്യാറ് ഗൈസ്. പിന്നെ ഫ്രീ ആയിരിക്കുമ്പോൾ ഇത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇത് ഇങ്ങനെ ഈ മേലേക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ ഇതാണ്. പിന്നെ ഇടയ്ക്ക് ഇതിനകത്ത് ഏതെങ്കിലും പടം മൂവീസ് ഏതെങ്കിലും ഇട്ടിട്ട് ഞങ്ങൾ കാണാറുണ്ട് ഇടയ്ക്ക് കേട്ടോ. ഇന്ന് സമയം അങ്ങനെ കിട്ടാറില്ല, കിട്ടുമ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ കണ്ട് ഞങ്ങളുടെ ടൈം തീർക്കുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ ബാത്റൂമിലേക്ക് പോവാം. പെട്ടു ഗൈസ്, ഇത് അടയ്ക്കാൻ പാടില്ലായിരുന്നു, അത് അടച്ചു പോയി, തുറക്കാൻ പറ്റുന്നില്ല. കുറച്ച് മസിൽ പിടിച്ചാലേ അത് തുറക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂം. ഇവിടെ ബാത്ത് ടപ്പാട്ടോ. കുളിക്കാനൊക്കെ നമുക്ക് കിടന്ന് കുളിക്കാം, നിന്ന് കുളിക്കാം, ഇരുന്ന് കുളിക്കാം, എങ്ങനെ വേണേലും കുളിക്കാം. പിന്നെ ഗൈസ് ഇത് കണ്ടോ ഗൈസ്, ഇത് നോക്ക് ഗൈസ്, നിങ്ങൾ നോക്കണം. കാപ്പിപ്പൊടി, എണ്ണ, ഇതെന്താ കടലമാവോ? അങ്ങനെ ഒരു കിച്ചണിലേക്കാളും കൂടുതൽ സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും കേട്ടോ. ഉള്ള യൂട്യൂബ് റീൽസും ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ കണ്ടിട്ട് എല്ലാം പരീക്ഷണത്തിൽ വെച്ചാക്കാം. ഈ വീഡിയോ അവൾ കാണില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കൊക്കെ റീചാർജ് ചെയ്യുന്നു പറഞ്ഞില്ലേ, അപ്പോൾ അത് റീചാർജ് നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ പുറത്തത് എങ്ങനെ 2 ബോക്സ് ഇരിക്കുന്നത് കണ്ടാവും. ഇതെന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇലക്ട്രിക്കിൻ്റെ മീറ്ററും ഒന്ന് നമ്മൾ ഗ്യാസിൻ്റെ മീറ്ററുമാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ഇവിടെ റീചാർജ് ചെയ്യുകയാണ്, അതൊരു കാർഡുണ്ട്, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇത് തുറക്കുന്ന ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ജസ്റ്റ് ചുമ്മാ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിട്ട് ഇങ്ങനെ ഇതാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തുറക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും മീറ്റർ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കിയാൽ കാണാം ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എത്ര ക്യാഷ് ഉണ്ടെന്ന്. പ്ലീസ് വെയിറ്റ്. ഇതിനകത്ത് ഇപ്പോൾ കാണിക്കുന്ന 9.04, അതായത് 9.4 പൗണ്ടാണുള്ളത്. അപ്പം ഞാനിപ്പോൾ റീചാർജ് ചെയ്യാനായിട്ട് കാർഡ് റീചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് അപ്ലൈ ചെയ്തിട്ട് റീചാർജ് ചെയ്യാം. അതുപോലെ തന്നെ കേട്ടോ ഇതും. ഇതിനകത്ത് ഇപ്പം 4.60 ഉള്ളൂ. അപ്പോൾ അത് രണ്ടും നമുക്കിപ്പോൾ റീചാർജ് ചെയ്യാം. അതെങ്ങനെയാണെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ടോപ്പപ്പ് ചെയ്യുന്ന ഇങ്ങനെയുള്ളൊരു ഇതില്ല കേട്ടോ. ഒന്ന് ഒരു കാർഡ് പോലെ ഇരിക്കുന്ന ബ്രിട്ടീഷ് ഗ്യാസിൻ്റെ, ഒന്ന് ബൾബ് എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ ഒരു പെൻഡ്രൈവ് പോലെ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാവേ ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് ഇലക്ട്രിക്കിൻ്റെ ഇത് ഫസ്റ്റ് നമുക്ക് റീചാർജ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് അവിടെ ഇങ്ങനെ എഴുതി കാണിക്കും 50 പൗണ്ട് ആയിട്ട് കയറിയിട്ടുണ്ടെന്ന്. ഇപ്പോൾ ടോട്ടല് 54.60. നേരത്തെ 4.60 ആയിരുന്നു ഉണ്ടായിരുന്നത്, ഞാനിപ്പോൾ 50 റീചാർജ് ചെയ്തത്. ഇപ്പോൾ ഇത് 54.60 വെരി സിമ്പിൾ ഗൈസ്. അതുപോലെ തന്നെ ഇലക്ട്രിക് റീചാർജ് ചെയ്യുന്നത് ഇങ്ങനെയായിട്ടുള്ള ഈ കാർഡ് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇടുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് പ്ലേസ് വെയിറ്റ് എന്നും പറഞ്ഞിട്ട് അത് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് റീഡിങ് ആവും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, ഒരു സൗണ്ട് കേട്ടു. പിന്നെ ജസ്റ്റ് 50 പൗണ്ട് ഓൺ കാർഡ് പ്രസ് ബട്ടൺ എ, അതായത് ഈ എ ബട്ടൺ ഒന്ന് അമർത്തി ഫോർ ഗ്യാസ് പ്ലീസ് വെയിറ്റ്. അതാ ഇപ്പം 59.04 ആയിട്ടുണ്ട്. സോ നമുക്ക് ഇത് വലിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ 50, 100 പൗണ്ടിൻ്റെ റീചാർജാണ് ഇത് രണ്ടും കൂടെ ചെയ്തത്. അപ്പം കഴിഞ്ഞ മാസം ഞങ്ങൾ 50 റീചാർജ് ചെയ്തു, ഇപ്പോഴും 50. അപ്പം ഞങ്ങളുടെ ഉപയോഗം കുറവായിരുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടും വീട്ടുവിശേഷം കാര്യങ്ങളൊക്കെ.
പിന്നെ ഞങ്ങളിവിടെ താമസിക്കുന്നതിന് മാസം നമ്മൾ റെന്റ് കൊടുക്കുന്ന 775 പൗണ്ടാണ്. പിന്നെ അത് കൂടാണ്ട് ഇലക്ട്രിക് ബില്ല് വരും, ഗ്യാസിന്റെ ബില്ല് അത് ഞങ്ങൾ ടോപ്പ് ചെയ്യാണ്, റീചാർജ് ചെയ്യാണ് വരുന്നത്. പിന്നെ കൗൺസിൽ ടാക്സ് വരുന്നുണ്ട്, വീടിന്റെ ഒരു ഇൻഷുറൻസ് ഉണ്ട്, അങ്ങനെ ഇതുണ്ട്. കൗൺസിൽ ടാക്സ് അത് കറക്റ്റ് ഞങ്ങൾ ഒരു മാസം ആവാത്തതുകൊണ്ട് കറക്റ്റ് എത്രയാണെന്ന് പറയാൻ പറ്റിയല്ല. ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പറയാൻ പറ്റുള്ളൂ. അത്യാവശ്യം നല്ല പൈസ ഉണ്ട്. പിന്നെന്താ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ ബില്ലും കാര്യങ്ങളൊക്കെ. വേറെ കുറെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ വീട് സംബന്ധിച്ചുള്ള ബില്ലും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ തന്നെ ധാരാളം. അപ്പം നമുക്ക് വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ബൈ ബൈ.